സോ വെൽക്കം ബാക്ക് ബോയ്സ്. ഇന്ന് നമ്മുടെ അടുത്ത് 500 NX ആണുള്ളത്. അതായത് ദ ലേറ്റ് 500Xൻ്റെ ഒരു പുതിയ വേർഷൻ. അതെ, കൂടെ 500X മാത്രമല്ല, അപ്പുറത്തൊരു പശുവുണ്ട്. പശു അവിടെ തന്നെ നിൽക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് എടുക്കാം. വണ്ടിയിലോട്ട് പ്രോപ്പർ ടെക്നിക്കൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ടെക്നിക്കലായിട്ട് ഞാൻ നോക്കിയിട്ടുമില്ല. സോ 500X ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം വണ്ടി ഭയങ്കര ലൈറ്റാണ്. ബാക്കിൽ 160 സെഷനും ഫ്രണ്ടിൽ 110 സെഷൻ ടയേഴ്സുമാണ് വരുന്നത്. അത്യാവശ്യം നല്ലോണം കോണറും ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ല അത്യാവശ്യം ഗ്രിപ്പും തരുന്നുണ്ട് ടയേഴ്സ്. പിന്നെ സസ്പെൻഷൻ വൈസ് പറയുമ്പോൾ ഓഫ് റോഡിന് പറ്റിയൊരു സസ്പെൻഷൻ അല്ല. USD ഫോക്സ് ആണ് വരുന്നത്. ബാക്കിൽ മോണോ ആണ്. ബട്ട് ഓഫ് റോഡ്സിന് പറ്റിയതല്ല. അത്യാവശ്യം ഒരു ടൂറിങ് പാച്ച് റോഡ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പ്രോപ്പർ ഓഫ് റോഡ്സ് കുറച്ചൊരു സീനായിരിക്കും. ലൈക്ക് ഇതുപോലത്തെ റോഡ്സ് ഒന്നും പ്രശ്നമല്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ ഈ കട്ട് ഓഫ് റോഡൊക്കെ എടുത്ത് പോലെ അത് കുറച്ച് സീനായിരിക്കും. പിന്നെ സീറ്റ് ആക്ച്വലി അതിമാരകമാണ്. കാരണം നമ്മുടെ വണ്ടി ഇപ്പം ഒരു ഗട്ടർ ചാടി വെച്ചിരിക്കാം. അപ്പം ബാക്കത്തെ സസ്പെൻഷൻ ഡാബ് ചെയ്ത് സീറ്റ് നല്ലതല്ലെങ്കിൽ നമ്മളെ നിതമ്പം ഡയറക്റ്റ് സീറ്റ് പോയി അടിക്കും പലക പോലെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നിതമ്പം സീറ്റിൻ്റെ അടിയിലോട്ട് പോയി സീറ്റ് ഒരൊറ്റ തള്ളാം മേലോട്ട്. ആ ഒരു കുഷനാണ് സീറ്റിനുള്ളത്. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ നിതമ്പത്തിന് അധികം പെയിൻ ഒന്നും വരില്ല. ബാക്കിൽ നമ്മളെ 500Xലൊക്കെ കണ്ട പോലെ തന്നെ ഏകദേശം സമയമായിട്ടുള്ളൊരു ടെയിൽ ലൈറ്റ്. പിന്നെ OLED ആണ് ഓബ്വിയസ്ലി. പിന്നെ ഇതിൻ്റെ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഹെഡ്ലൈറ്റ് അത്യാവശ്യം വിസിബിലിറ്റി കുറവാണെന്നാണ്. അതിപ്പം പറയേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ നോട്ടത്തിൽ ഇത്തിരി പോകുന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാരും മനസ്സിലാവും ഒരു തേങ്ങ അതിൻ്റെ അകത്ത് കാണില്ല എന്ന്. കാരണം അത്യാവശ്യം വലിയ ഹെഡ്ലൈറ്റുള്ള നമ്മളെ 500X തന്നെ അധികമൊന്നും കാണുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇത്തിരി പോകുന്ന സാധനം കൊടുത്താൽ എന്താ ചെയ്യുക? കുഴപ്പമില്ല. ആക്സസറി ആയിട്ട് ഓക്സിലറേറ്റും ക്രാഷ് കാർഡും വരുന്നുണ്ട്. അതിന് വേറെ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ബട്ട് എന്താ പറയുക, ഒരു റിച്ച് ഫീലാണ് വണ്ടി. ആ വണ്ടി ഓടിക്കുമ്പം നമുക്കറിയാം ഇതൊരു ഓണ്ടോ വണ്ടിയാണ് ഓടിക്കുന്നതെന്ന്. കാരണം അതിൻ്റെ എഞ്ചിൻ പെർഫോമൻസും എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും. എക്സോസ് നോട്ട് 500Xൻ്റെ സെയിം ആണ്. എഞ്ചിനും 500Xൻ്റെ സെയിം ആണ്. ഒരു വ്യത്യാസവും ഇല്ല അതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞ ആ വെയിറ്റിൻ്റെ കാര്യങ്ങളിൽ മാത്രമാണ് ചെറിയ ചെറിയ ഡിഫറൻസ്. പിന്നെ നമുക്ക് ഒറ്റ ഇരുത്തത്തിൽ അപ്രൈറ്റ് പൊസിഷനാണ്. ഓബിയസ്ലി ADV വെഹിക്കിളാണ്. ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല വെയിലാണ്. നമ്മുടെ അടുത്തോട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ പൊസിഷനാണ്. പിന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും സ്വിച്ചസ് ഒന്ന് ഓഫ് ചെയ്ത് തരാം. മേലെ നമുക്ക് ഹൈ ബീം പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ട്രാക്ഷൻ ഓൺ ആൻഡ് ഓഫ്. ലൈക്ക് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഓഫ് ആവും, ഏത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഓൺ ആവും അങ്ങനെ. പിന്നെ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ തിരിച്ച് ട്രാക്ഷൻ ഓൺ ആയി തന്നെ നിൽക്കും. സേഫ്റ്റി ഫീച്ചേഴ്സ് ഓക്കെ. പിന്നെ ഹോണിൻ്റെ ബട്ടൺ ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ ഈ ഹോണിൻ്റെ ബട്ടൺ എനിക്ക് എപ്പോഴും കിട്ടുന്നില്ല. ഞാൻ അധിക സമയം ഹോൺ അടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കും ഈ ഭാഗത്തോട്ട്. പക്ഷേ ഹോൺ കിട്ടുന്നില്ല. ഈ ഒരു തടുപ്പ്, ഈ ഒരു പൊന്തി നിൽക്കുന്ന സാധനം ഇല്ലെങ്കിൽ ഹോണിൻ്റെ ബട്ടൺ മനസ്സിലാവില്ല. അത് കുറച്ചൊരു പ്രശ്നമാണ് ഹോണിൻ്റെ കാര്യം. ബാക്കി ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പ്രശ്നമില്ല. ഇൻഡിക്കേറ്റേഴ്സൊക്കെ സെറ്റാണ്. പിന്നെ ഇവിടെ ഒരു കൊച്ചു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡിസ്പ്ലേ കാണിക്കാനും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പം വളരെ ബേസിക്കാണ്. കിൽ സ്വിച്ച്, ഇഗ്നിഷന്, ഹസാർഡ്, അത്രേ ഉള്ളൂ. പിന്നെ സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത് ഓബിയസ്ലി. പിന്നെ ബ്രേക്ക് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആണ്. എന്തായാലും അതൊക്കെ തന്നെ ഉള്ളൂ ആ ഭാഗം. മിറേഴ്സ് അത്യാവശ്യം നമ്മുടെ ആക്റ്റീവ് മിറേഴ്സാണ്. എന്താ പറയുക, ബോറൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മിറേഴ്സാണ്. അതുപോലെ തന്നെ വൈസേഴ്സും ഒരു 90-95 കിലോമീറ്റേഴ്സിനുള്ളിലൊക്കെ അത്യാവശ്യം വിൻഡ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വേർക്കായിരുന്നു ആക്ച്വലി. എണീറ്റ് നിന്ന് കുറച്ച് കാറ്റുള്ളിലോട്ട് വരാൻ. ഇവിടെ നമുക്കൊരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാർജറിന് വേണ്ടിയിട്ട്. USB അല്ല, നമ്മുടെ കാറിൻ്റെ അകത്ത് ഇടുന്ന സോക്കറ്റില്ലേ ആ സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്പ്ലേ കാണിച്ചു തരാം. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക്. ഇത് കൺട്രോൾ ചെയ്യാൻ ആക്ച്വലി നമുക്ക് RPM കാണിക്കും, സ്പീഡോമീറ്റർ, ഗിയർ ഇൻഡിക്കേഷൻ, ഫ്യൂവൽ, ടൈം, വാർണിംഗ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, മൈലേജ്, ടോട്ടൽ കിലോമീറ്റർ. പിന്നെ ജോയ്സ്റ്റിക്ക് റൈറ്റിലോട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ ട്രിപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കും. പിന്നെ ലാസ്റ്റത്തത് സെറ്റിങ്സ്. ആ സെറ്റിങ്സിലാണ് നമുക്ക് ഷിഫ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഒരു RPM ലിമിറ്റർ വെക്കുന്ന പോലെ. അതായത് ഇപ്പോൾ 5400 ഇട്ടിട്ട് ഈ സാധനം ഇതുപോലെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പം നമ്മൾ RPM മീറ്റർ ബ്ലിക്ക് ചെയ്യും. അതിൽ RPM ലിമിറ്റർ വെക്കുക, അത്ര തന്നെ. പിന്നെ ട്രിപ്പ് ഓട്ടോ റീസെറ്റ്, HASS ഫങ്ഷൻസ് ഒക്കെ തന്നെ. പിന്നെ ഡിസ്പ്ലേയിൽ വരുമ്പോൾ ഡിസ്പ്ലേ ടൈപ്പ്, അതിൻ്റെ അകത്ത് ബാറ്, റൗണ്ട്, സർക്കിൾ, ലൈക്ക് എങ്ങനത്തെ രീതിയിൽ കാണണം എന്നുള്ളത്. പിന്നെ ബ്രൈറ്റ്നസ് ഓട്ടോ ഉണ്ട്, മാനുവലുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഓട്ടോവും ബ്ലാക്ക് വൈറ്റ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സർവീസിലോട്ട് വരുമ്പോൾ മെയിൻ്റെനൻസിലാണ് നമുക്ക് പീരിയോഡിക് മെയിൻ്റെനൻസ്, ഓയിൽ ചേഞ്ചിൻ്റെ ഇത് കാണിക്കും. പിന്നെ ബാറ്ററി വോൾട്ടേജ് കാണിക്കും. പിന്നെ അതുകൂടാതെ എന്തായിരുന്നു അടുക്ക് വാട്ടർ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, കൂളൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ എക്യുപ്മെൻസിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി ഗ്രിപ്പ് ഹീറ്റർ കാണിക്കുന്നുണ്ട്. അതായത് ഗ്രിപ്പ് ഹീറ്റർ നമുക്ക് വണ്ടിയിൽ വെക്കാം എന്നാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ എല്ലാതും എന്ത് കാണിക്കാനാണ്. സോ ഇനി എന്തായാലും ഇവിടുന്ന് മെല്ലെ വണ്ടി എടുക്കാം. അത്യാവശ്യം നല്ല ചൂടെടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ചെയ്യാം. കോഴിക്കോട് റൈറ്റ്. സിറ്റിയിലൊന്നും ഓടിക്കാൻ വലിയ സീനൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കൂളായിട്ട് ഓടിച്ചുകൊണ്ടുപോകാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഒന്ന് എയിമായി കഴിഞ്ഞാൽ ചുമ്മാ സൈക്കിൾ ഓടിക്കുന്നതായിരിക്കും കൊണ്ടുനടക്കാം.
ഞാൻ പറഞ്ഞ പോലെ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി മെനുവർ ചെയ്യാൻ നല്ല സുഖമാണ്. പിന്നെ വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇതിൽ കേൾക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ ആ ട്വിന്നിൻ്റെ ഒരു ജലദോഷം പിടിച്ചൊരു ഗ്രണ്ട്, അത് അത്യാവശ്യം നല്ല രസമുള്ളൊരു ഗ്രണ്ടാണ്. എന്താ പറയുക, ഒരു സ്വീറ്റ് ഗ്രണ്ട് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. സസ്പെൻഷൻ റോഡിലും മരുന്ന് കേട്ടോ, ഒരു രക്ഷയില്ല. ഗ്ലൈഡ് ചെയ്തിട്ടാണ് വണ്ടി പോണേ. പിന്നെ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം ജേക്കിംഗ് ഒന്നും തോന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷീണം കുറയും. അങ്ങനെ അല്ലറ ചില്ലറ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും അല്ലാതെ നമ്മുടെ എന്താ പറയുക, വിരലിനുള്ള സ്ട്രെസ്സ് അതും കുറയും. 2 ത്രോട്ടിൽ കേബിൾ വരുന്നുണ്ട്. നമ്മളെ ഹോണ്ട ഹൈനസിലും എല്ലാത്തിലും ഒക്കെ 2 ത്രോട്ടിൽ കേബിൾ വരുന്നുണ്ട്. പിന്നെ ചുമ്മാ വണ്ടിയിൽ അധികം ഓവർലോഡഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ഒന്നുമില്ല. ആവശ്യത്തിലുള്ള സാധനം ജസ്റ്റ് വണ്ടി കയറുക, കീ തിരിക്കുക, ഇഗ്നിഷൻ അടിക്കുക, പോവുക, അത്ര തന്നെ, എൻഡ് ഓഫ് സ്റ്റോറി. വേറെ ഒന്നുമില്ല. എന്താ പറയുക, നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കുത്തി കയറ്റിയിട്ടൊന്നുമില്ല. ആവശ്യമുള്ള സാധനം ഇതിനകത്തുണ്ട്. പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. സോ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്. ലൈക്ക് നമ്മളെ ഹിമാലയനിലെ പോലെ മാപ്പ് കാണിക്കില്ല, ബട്ട് ജസ്റ്റ് ടേൺ ബൈ ടേൺ മാത്രം കാണിക്കും. നമ്മൾ സിറ്റീസിലെത്തി. ഓൾ ഐസ് ആർ ഓൺ us ബ്രോ. അയ്യോ, ഇവിടെ നിന്ന് എങ്ങോട്ടോ, ലെഫ്റ്റോ റൈറ്റോ? പിന്നെ വണ്ടിയുടെ റേറ്റാണ് സീനും. അധികം ആൾക്കാരും റേറ്റിലാണ്. എൻ്റെ ദൈവമേ, 2 കാർ എടുക്കാമല്ലോ. അതെ, 2 അൾട്ടോ എടുക്കാം. വണ്ടിക്ക് വരുന്നത് ആക്ച്വലി 7.5 7.58 ഓൺ ദ റോഡ് വരുന്നത്, ഇൻക്ലൂഡിങ് ടാക്സ് മറ്റേത് മറിച്ചത് എല്ലാം കൂടെ. എക്സ്ഷോറൂം 5 സംതിങ് ആണ് വരുന്നത്. ബട്ട് ആ ടാക്സിൻ്റെയും ഇൻഷുറൻസിൻ്റെയും എല്ലാത്തിൻ്റെയും പേരിൽ റേറ്റ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. 7.5 എന്ന് പറഞ്ഞാൽ ചില്ലറ എമൗണ്ട് അല്ല. അതും അത്ര ഒരു റേറ്റ് കൊടുത്തിട്ട് വണ്ടി നമ്മൾ റോഡ് കൂടെ ഓടിക്കുമ്പോൾ എന്തായാലും നമുക്കൊരു ഭയം ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ നല്ല പേടിച്ചിട്ടാണ് എപ്പോഴും വണ്ടി ഓടിക്കുന്നത്. ഇപ്പോഴും വണ്ടി മെനുവറബിൾ ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. കാരണം ഒരു 7 ലക്ഷം വണ്ടി, അതും എൻ്റെ സ്വന്തം വണ്ടിയല്ല, വേറൊരാളുടെ വണ്ടി. ഒന്ന് എവിടെയും തട്ടി വരഞ്ഞോ ചെയ്താൽ ഞാൻ എൻ്റെ കയ്യിലുള്ളതും കാലിലുള്ളതൊക്കെ വിൽക്കേണ്ടി വരും. പൊളിച്ചൊക്കെ ഓടിക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ല കാലി റോഡൊക്കെ കിട്ടി, അത്രയും എന്താ പറയുക കോൺഫിഡൻ്റൊക്കെ ആണെങ്കിൽ മാത്രം ആ ലെവൽ ഓഫ് ത്രോട്ടിലൊക്കെ കൊടുത്ത് വണ്ടി ഓടിക്കുക. അതല്ലാത്ത സമയത്ത് ഇതുപോലെ റോഡ്സും വ്യൂവും എൻജോയ് ചെയ്യുക, വണ്ടീനെ കൊല്ലാതിരിക്കുക, അത്ര തന്നെ. ഇവിടെ നിന്നൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാം ഒന്ന്. അപ്പോൾ സസ്പെൻഷൻ ആക്ച്വലി പ്രിട്ടി നൈസാണ് കേട്ടോ. നേരത്തെ അവിടെ നിന്ന് 2-3 ഹമ്പ് ഞാൻ ചാടിയിരുന്നു. അപ്പോൾ ചാടുന്ന സമയത്ത് എന്താ പറയുക, നമ്മളൊന്ന് എണീറ്റ് നിന്നിട്ട് ഒന്ന് കറക്റ്റ് ഒന്ന് അതിനനുസരിച്ച് ഒന്ന് കൊടുത്താൽ മതി. അപ്പം ഗ്ലൈഡ് ചെയ്തിട്ടായിരുന്നു ഹമ്പിൻ്റെ മേലെ കൂടെ പോണേ. വെയിറ്റ് ഒന്നും ഒരു വിഷയമായിരുന്നില്ല. പിന്നെ വിട്ടുപോയ കാര്യം ബ്രേക്കിനെ പറ്റിയിട്ടാണ്. ബ്രേക്ക് ആക്ച്വലി നല്ല വെയിറ്റ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക്കാണ്, ബാക്കിൽ സിംഗിളും. അതുകൊണ്ട് തന്നെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി ഫ്രണ്ട് ബ്രേക്ക്. അത്യാവശ്യം പൊളി ബ്രേക്കാണ്, അതായത് വണ്ടിയെ പിടിച്ച് നിർത്താൻ പറ്റുന്ന ബ്രേക്ക്. എங்கே പോയാലും കണ്ണുകൾ എൻ്റെ നേരെയാണ്. അത് ചെറിയൊരു പ്രശ്നമാണ് നമുക്ക്. ഒരു ഇൻട്രോവേർട്ടായ എന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് നാണമൊക്കെ വരില്ലടോ. മൈലേജിൻ്റെ കാര്യം, മൈലേജ് ആക്ച്വലി 29 to 30 ആ റേഞ്ച് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. വരെയൊക്കെ ഓടിച്ചാൽ കേട്ടോ, എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചാൽ ഡിപ്പെൻസ്, അതിനനുസരിച്ച് ബ്രേക്ക് ആവും. അതല്ലാതെ 29-30 ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് മൈലേജ്. അത് ആക്ച്വലി ഒരു 500cc ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടി ട്വിൻ സിലിണ്ടറിൽ ആ ഒരു റേറ്റ് ഓഫ് മൈലേജ് കിട്ടണമെങ്കിൽ അത് ആക്ച്വലി പ്രിറ്റി നൈസാണ്. ഇതാണ് നമ്മളെ നമ്പിക്കുളം പോണ റൂട്ട്. നമുക്ക് മൊത്തത്തിൽ ടോട്ടലി എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ കാര്യം ഞാൻ പറഞ്ഞു തോന്നുന്നു. സോ ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നേരെ വീട്ടിലോട്ട് കുറച്ചൊന്ന് നമ്മുടെ മറ്റേ കൊമ്പൊക്കെ വെച്ച് 360 കണക്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് എടുക്കണം. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്. ബൈ.